നമസ്കാരം. ജ്യോതിഷ തൽപരരായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 2025 പ്രധാന ഗ്രഹമാറ്റങ്ങളായ ശനിയുടെ രാശിമാറ്റം, വ്യാഴത്തിൻ്റെ രാശിമാറ്റം, തുടർന്നുണ്ടായ രാഹുകേതുക്കളുടെ രാശിമാറ്റം എന്നിവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്രം 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർ, ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗത്ത്, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവർ, ഇത്രയും നക്ഷത്രക്കാർക്ക് എന്താണ് അനുഭവങ്ങൾ, അതായത് കന്നിക്കൂറിൽ ജനിച്ച ആളുകൾക്ക് എന്താണ് അനുഭവങ്ങൾ എന്നുള്ളതാണ് ചുരുക്കത്തിൽ നോക്കുന്നത്. അപ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് കുറേ കാലമായിട്ട് രാഹു അവരുടെ 7ാം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് 6ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ കേതു ആണെങ്കിൽ ജന്മക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം 12ാം ഭാവത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ശനിയാണെങ്കിൽ 7ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്, മീനത്തിൽ. അതുകൊണ്ട് തന്നെ കണ്ടകശനിയാണ് അവർക്ക്. ഈ കണ്ടകശനി വന്നു കഴിയുമ്പോൾ എന്താണ് ഫലം? സ്ത്രീരോഗത്വാവ ഭീതി. സ്ത്രീരോഗം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടുംബനാഥയ്ക്ക് അസുഖങ്ങൾ, അല്ലെങ്കിൽ കുടുംബനാഥയ്ക്ക് അസ്വസ്ഥതകൾ, കുടുംബത്തിൽ അംഗങ്ങൾക്ക് അസുഖം. അധ്വാവ ഭീതി എന്ന് പറഞ്ഞാൽ യാത്രാക്ലേശത്തെ സംബന്ധിച്ച ഭീതി, യാത്രാഭയം. അതായത് ശാരീരികമായ ക്ഷീണവും ബുദ്ധിമുട്ടും കാരണം എങ്ങോട്ടും പോകാൻ പറ്റാതെ വരിക. അതാണ് പ്രമാണം. പിന്നെ വ്യാഴമാണെങ്കിലോ 10ൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, 10ാം ഭാവത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, മിഥുനത്തിൽ കൂടെ. തൊഴിൽപരമായിട്ട് തടസ്സങ്ങളുണ്ടാകും, കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട്. കർമ്മണ്യർത്ഥസ്ഥാന പുത്രാരി പീഡാം, അതാണ് ഫലദീപിക പറയുന്ന പ്രമാണം. കർമ്മം, അർത്ഥം. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം. പുത്രാരി പീഡാം, പുത്രന്മാരെ കൊണ്ടും പീഡ, ശത്രുക്കളെ കൊണ്ടും പീഡ ഉണ്ടാകും. അല്ലെങ്കിൽ പുത്രന്മാർക്ക് ദുഃഖം ഉണ്ടാകും, ശത്രുക്കളെ കൊണ്ടുള്ള ദുഃഖാനുഭവം നമുക്ക് ഉണ്ടാകും. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ കണ്ടകശനിയും വ്യാഴം 10ലുമാണെങ്കിലും രാഹു 7ൽ നിന്ന് 6ലേക്ക് വന്നിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടാണ് വരുന്നത്. അതായത് 3, 6, 11 ഭാവങ്ങളിൽ രാഹു സഞ്ചരിക്കുമ്പോൾ വളരെ ഗുണകരമാണ്. രാഹു ആണെങ്കിലും ശനിയാണെങ്കിലും ചൊവ്വയാണെങ്കിലും കേതുവാണെങ്കിലും ഒക്കെ 3, 6, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പം നല്ലതാണ്. കാരണം പാപഗ്രഹങ്ങൾക്ക് 3, 6, 11 ഗ്രഹചാരവശാൽ ഗുണകരമായ ഭാവങ്ങളാണ്. അപ്പോൾ രാഹു 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പം എന്താണ് ഗുണം? പ്രധാന ഗുണം എന്ന് പറയുന്നത് ശത്രുക്കളുടെ മേലുള്ള മേൽക്കൈയാണ്. അതായത് 6ാം ഭാവം എന്ന് പറയുന്നത് ശത്രുക്കളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ പ്രവൃത്തികളെ നല്ല രീതിയിൽ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലെ ശത്രുക്കൾ സ്വയം വിട്ടുപോകേണ്ടതായിട്ട് വരും. പല പല നേട്ടങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും. ഉദ്യോഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രമോഷനോ ഏതെങ്കിലും രീതിയിൽ ഉയർച്ചയോ ശമ്പള വർധനവോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകും. അപ്പോൾ ചെറിയ കച്ചവടം നടത്തുന്നവർക്കാണെങ്കിൽ പോലും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. കടക്കണിയിൽ നിന്നും അല്പം ഒന്ന് ഉയരാനായിട്ട് പറ്റും. എതിർപ്പുകളെ മറികടക്കിയാൽ ആത്മവിശ്വാസം നല്ല രീതിയിൽ ഉണ്ടാകും. എന്തുകൊണ്ടാണ് എതിർപ്പുണ്ടാകുന്നത്? കണ്ടകശനിയാണ്. കണ്ടകശനിയാകുമ്പോൾ എവിടെ നിന്നൊക്കെ എതിർപ്പുണ്ടാകുന്നത്? 7ാം ഭാവത്തിലാണ്. അപ്പോൾ എതിർപ്പുണ്ടാകുന്നത് ഭാര്യയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം, ബിസിനസ്സിലെ പങ്കാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകാം, സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാം, ഇല്ലേ? അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിലും എതിർപ്പ് ഉണ്ടാകാം. അങ്ങനെ പല രീതിയിൽ എതിർപ്പുണ്ടാകാം 7ൽ ശനി സഞ്ചരിക്കുന്ന കാലം. പിന്നെ 7ാം ഭാവം കൊണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ദാമ്പത്യം ഉൾപ്പെടെ, ദാമ്പത്യവും പ്രേമബന്ധങ്ങളും പങ്കാളിത്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ കുറേയേറെ കാര്യങ്ങൾ 7ാം ഭാവം കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ കണ്ടകശനി ആകുമ്പോഴത്തേക്കും പ്രയാസം ഉണ്ടാകും. പക്ഷേ രാഹു ഗുണകരമായതുകൊണ്ട് ഇത് നമുക്ക് അത്ര തന്നെ അങ്ങ് എഫക്റ്റ് ചെയ്യില്ല.
വലിയൊരു ക്ഷീണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്താതെ പറ്റും. അങ്ങനെ കടം കുറേയൊക്കെ തിരിച്ചടയ്ക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. അതിൽ നിന്ന് ആദായം ലഭിക്കാനും യോഗമുണ്ട്. പൊതുവെ നോക്കുമ്പം രാഹുവിനെ കൊണ്ട് ധാരാളം ഗുണഫലങ്ങളുണ്ട്. ഇപ്പോൾ രാഹു ഈ 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുമ്പം കുറേ നേട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കും. മത്സരങ്ങളിൽ വിജയം തരും. സമൂഹത്തിൽ ഒരല്പം ഉയർന്നൊക്കെ നിൽക്കാനുള്ള കഴിവ് തരും. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവർ പ്രവർത്തിക്കുന്ന ആ സംഘടനയിൽ ഒരു മേൽക്കൈ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. പൊതുവെ അംഗീകരിക്കപ്പെടും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ. വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് തീർപ്പാക്കിയെടുക്കാനും സാധിക്കും. കേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടത് തീർപ്പാക്കിയെടുക്കാൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ അവിടെയും അല്പം തടസ്സം ഉണ്ടാകും. കാരണം കണ്ടകശനി ആയതുകൊണ്ടും കർമ്മഭാവത്തിൽ കൂടെ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ടും സ്മൂത്തായിട്ട് അങ്ങ് സാധിച്ചെടുക്കത്തില്ല. പക്ഷേ രാഹുവിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് സാധിച്ചു കിട്ടും. പിന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും. 1, 2 തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ച് നമുക്ക് കാര്യം സാധിച്ചെടുക്കാൻ കഴിയും. പൊതുവേ മനസ്സമാധാനം കിട്ടും. മനസ്സമാധാനം കിട്ടാൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കൾ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവർക്ക് ദോഷം സംഭവിക്കുകയോ ചെയ്യുന്നു. അത് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാകും അവരുടെ ശല്യത്തിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ശത്രുക്കളാണെന്നുള്ളതല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. നമുക്കറിയാമല്ലോ നമ്മളോട് ശത്രുത കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഗുണകരമാകും. പക്ഷേ കണ്ടകശനി കാലമായതുകൊണ്ടും വ്യാഴം ഗുണകരമല്ലാതെ, ദോഷകരം എന്ന് പറഞ്ഞു കൂടാ 10 എങ്കിലും അത്ര ഗുണകരമല്ലാതെ സഞ്ചരിക്കുന്നത് കൊണ്ട് എന്തു നോക്കണം? രേഖകൾ എല്ലാം പരിശോധിക്കണം. വിദഗ്ധരായ ആൾക്കാരോട് ഉപദേശം ചോദിക്കണം. എന്നിട്ടൊക്കെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളും സ്ഥലമിടപാടും വാഹന ഇടപാടൊക്കെ നടത്താവുള്ളൂ. വിലപ്പെട്ട വസ്തുക്കളുടെ ഇടപാടുകളിലൊക്കെ വിദഗ്ധരുടെ ഒരു അഡ്വൈസ് തേടുന്നത് നല്ലതായിരിക്കും. ഡോക്യുമെൻറ്റ്സൊക്കെ നന്നായിട്ട് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരു ഗ്രഹത്തിൻ്റെ അനുഭവം കൊണ്ട് മാത്രം പറഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം പ്രധാനമായിട്ടും മാറിയ ഗ്രഹങ്ങളുടെ ചേർത്ത് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കടങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ വായ്പകൾ ബാങ്കിൽ നിന്നൊക്കെ എടുത്തത് തിരിച്ചടയ്ക്കാനായിട്ട് ഉള്ള യോഗം ഉണ്ട്. കണ്ണുകൾക്ക് ഏതെങ്കിലും രീതിയിൽ രോഗങ്ങൾ ബാധിക്കാനിടയുള്ള കാലമാണ്, അത് ശ്രദ്ധിക്കണം. കണ്ണുകൾക്ക് നിറവ്യത്യാസമോ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സ തേടാൻ മടിക്കരുത്. നല്ലൊരു ഡോക്ടറെ കണ്ട് എന്താണ് എന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യണം. കണ്ണട മാറേണ്ടതാണെങ്കിൽ അതൊക്കെ ചെയ്യണം. അതിൻ്റെ ഒന്നും ലാഭം നോക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടും കുറച്ച് മെച്ചം ഉണ്ടാകും. പിന്നെ രാഹു തരുന്ന സമ്പത്ത് പെർമനൻ്റ് അല്ല. ഞാൻ നേരത്തെ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സ്വത്തല്ല രാഹു തരുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പം, അല്ലെങ്കിൽ രാഹു അനുകൂലമായിട്ട് നിൽക്കുമ്പം കുറേ ധനമൊക്കെ ലോട്ടറി ഉൾപ്പെടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വേറെ ഓരോരോ കാര്യത്തിന് എടുത്തു പോകേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വീട് പുതിയതായിട്ട് വെക്കാനോ വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് ഒന്നുകൂടെ ഭംഗിയാക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. വാഹനം വാങ്ങാനും കഴിയുന്ന കാലമാണ് രാഹുവിൻ്റെ സ്ഥാനം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ കിട്ടുന്ന രാഹുവിനെ കൊണ്ട് ലഭിക്കുന്ന ധനം വിനിയോഗിക്കാനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കണ്ടകശനിയാണ്, വ്യാഴവും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ മടിക്കരുത്. പിന്നെ പ്രായോഗികമായൊരു ജീവിതം, പ്രായോഗികമായ സമീപനത്തോടു കൂടിയുള്ളൊരു ജീവിതം നയിക്കുന്നതാണ് ഉത്തമം. കാരണം നമുക്ക് ഒരു ആദർശം മാത്രം മുറുകെ പിടിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. കാരണം 7-ൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര കഠിനമായി പോകും. അതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് വളരെ ഹാർഡ്നെസ് ഒഴിവാക്കണം. ജീവിതത്തിൻ്റെ ആ കടുപ്പം ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. എന്ന് വിചാരിച്ച് ഒരുപാട് ഫ്ലെക്സിബിൾ ആകണമെന്നല്ല, ഒരുപാട് വഴങ്ങിക്കൊടുക്കണമെന്നല്ല. പക്ഷേ ഒരു മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ തർക്കങ്ങളും വഴക്കുകൾക്കൊക്കെ അത് കാരണമാകും. കാരണം രാഹു ചൊവ്വയെ പോലെ തന്നെ വീര്യ സ്വഭാവമുള്ളൊരു ഗ്രഹമാണ്. വീര്യ സ്വഭാവമുണ്ട്, വിഷ സ്വഭാവവും ഉണ്ട്.
ചൊവ്വയാണെങ്കിലും അങ്ങനെയാണ്. ചൊവ്വ ചില സ്ഥാനങ്ങളിൽ നിൽക്കുമ്പം നമ്മളെ അക്രമങ്ങൾക്ക് പോലും പ്രേരിപ്പിക്കും. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി പൊട്ടുന്ന ഒരു രീതിയാണ് ചൊവ്വയ്ക്കുള്ളത്. കയറി അടിക്കും. അതുപോലെ തന്നെ രാഹുവിനുമുണ്ട്. രാഹു അല്പം വിഷം കൂടെ കലർന്നതാണ്. രാഹു നമ്മളെക്കൊണ്ട് പല പല ക്രൂര പ്രവൃത്തികളും ചെയ്യിക്കും. നമ്മൾ ചിലപ്പം കള്ളം പറയേണ്ട അവസ്ഥയിലേക്കൊക്കെ രാഹു എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് ശത്രുവിനെ തോൽപ്പിക്കാനാണ് എങ്കിൽ പോലും ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ അതൊരു ശരിയായ വഴിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചു പോയത്. ശത്രുക്കളെ തോൽപ്പിക്കാനായിട്ട് രാഹു സഹായിക്കുകയും ചെയ്യും. പിന്നെ കേതുവിനെ നോക്കാം. അപ്പോൾ കേതുവിൻ്റെ നീക്കം എന്ന് പറയുന്നത് കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കാണ്. ചിങ്ങം രാശിയിൽ ചൊവ്വയോട് ചേർന്നാണ് നിലവിൽ കേതുവിൻ്റെ സഞ്ചാരം പോകുന്നത്. അപ്പം ഇരട്ടി വീര്യമാണല്ലോ, 2 പാപഗ്രഹങ്ങളാണല്ലോ. അപ്പോൾ ആ വീര്യത്തോടു കൂടി തടസ്സങ്ങളെ പലതിനെയും തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ജോലിക്കൊക്കെ ശ്രമിച്ചാൽ സാധിക്കും. രാഹുവിൻ്റെ ആനുകൂല്യം കിട്ടും. കേതുവിൻ്റെ ആ പവറുണ്ട്, തടസ്സങ്ങളെ ഒന്ന് മാറ്റി നിർത്താനുള്ള ഒരു പവറും ധൈര്യവുമൊക്കെ കിട്ടും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും അത് പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ച് ബഹുമാന്യത നേടാനും സാധിക്കുന്ന കാലമാണ്. പിന്നെ പ്രായോഗികമായിട്ട് ആ പഠിച്ച വിദ്യകളൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വിഷവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, ഈ കീടനാശിനിയും പെസ്റ്റിസൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമാണ്. അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ്. പക്ഷേ 12ാം ഭാവത്തിലേക്കാണ് കേതു മാറിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് 12ലേക്ക് കേതു വന്നു. 12ാം ഭാവം എന്ന് പറയുന്നത് ചിലവിൻ്റെ ഭാവമായതുകൊണ്ട് തന്നെ അമിത ചിലവുണ്ടാകാതെ ശ്രദ്ധിക്കണം. അപ്പം ഒരിടത്തൂടെ രാഹു മൂലം പെട്ടെന്ന് കുറേ പണം വന്നിട്ട് 12 നിൽക്കുന്ന കേതുവിൻ്റെ ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു വഴിയെ ചിലവായി അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു കാര്യങ്ങളിലും തലയിട്ട് പണം കളയരുത്. ചൂതുകളി തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പോകരുത്. അനാവശ്യമായിട്ട് പന്തയം വെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് മാറ്റി നിർത്തണം. കാരണം അവിടെയൊക്കെ പണം പോകാനുള്ള അവസരങ്ങൾ ഉയർന്നു വരും. അതുപോലെ തന്നെ പലരും പ്രേരിപ്പിക്കും. മനസ്സിൽ നമ്മളോട് ഇഷ്ടമില്ലാത്തത് പുറമേ ഇഷ്ടം ഭാവിച്ച് വരുന്ന ചില ആൾക്കാർ നമ്മളെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലമുണ്ട് അത് വാങ്ങിച്ചിട്ടു, അല്ലെങ്കിൽ ഒരു വാഹനമുണ്ട് ഒരു 6 മാസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച്, ഇല്ലെങ്കിൽ ഇതും കടന്ന് മറ്റ് സുഖസൗകര്യങ്ങളിലേക്ക് പോലുമുള്ള പ്രലോഭനങ്ങൾ പലപ്പോഴും ഈ കേതുവും ചൊവ്വയും കൂടെ ചേർന്നുള്ള ഈ സമയത്ത് ഉണ്ടാകാം. അപ്പം നമുക്കുള്ള ഒരു പ്രശ്നം എന്താണ്, കേതുവും ചൊവ്വയും കൂടെ ഒന്നിച്ച് ഒരു രാശിയിൽ പോകുമ്പോൾ എടുത്തു ചാടി പലതും ചെയ്യും. അതിനുള്ള ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകും. അപ്പം അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ടത് തന്നെയാണ്, കണ്ടകശനി അവിടെ നിൽപ്പുണ്ട്. 7-ൽ ശനി സഞ്ചരിക്കുന്നു, 10-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ ആ 2 പ്രതികൂല അവസ്ഥ കടന്നിട്ടാണ് ഈ രാഹുവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കേതുവിനെ കൊണ്ടുള്ള ദോഷകരമായ എന്തെങ്കിലും അവസ്ഥ വന്നാൽ അത് മാറ്റി നിർത്താനായിട്ട് അത്തരം പ്രലോഭനങ്ങളിൽ പോയി വീഴാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അനാവശ്യ യാത്രകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വിശ്വസ്തരായ, നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ചതിക്കുകയില്ല എന്നുള്ള ആൾക്കാരോടൊപ്പം മാത്രമേ പോകാവുള്ളൂ. ഇനി നമുക്ക് ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ഈ സമയത്ത് ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചുകൂടെ നോക്കാം. രാഹു 6 നിൽക്കുന്ന സമയമാണ്, ഗുണകരമാണ്. പക്ഷേ സർപ്പങ്ങൾക്ക് ആയില്യപൂജ നടത്തുന്നത് കുടുംബ സമാധാനത്തിനും സ്വന്തം മനസ്സന്തോഷത്തിനുമൊക്കെ വളരെ ഗുണകരമാണ്. സർപ്പങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഗുണകരമാണ്. അപ്പം രാഹു അനുകൂലമായതുകൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. എങ്കിൽ പോലും ഈ രാഹു കേതുക്കളുടെ ആനുകൂല്യം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടി, അവരുടെ ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആയില്യപൂജ പങ്കെടുക്കുന്നത് നല്ലതാണ്. ഈ ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. അവർ തീർച്ചയായിട്ടും സർപ്പങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തിട്ട് ജോലിക്ക് ശ്രമിക്കുക. കേതുവിൻ്റെ 12ാം ഭാവസ്ഥിതി ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. പക്ഷേ നിരാശപ്പെടാതെ ഗണപതി ഭഗവാനും കുടുംബദേവതയ്ക്കും അർച്ചനകൾ ചെയ്യണം, അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനും കേതുവിനും അർച്ചന നടത്തുക, ഒരു പട്ട് സമർപ്പിക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ നവഗ്രഹങ്ങളിലെ എല്ലാ ഗ്രഹങ്ങൾക്കും, സൂര്യാദി നവഗ്രഹങ്ങൾക്കും ദീപം തെളിക്കുന്നത് നല്ലതാണ്. ഗ്രഹപ്പിഴ ദോഷങ്ങളൊക്കെ മാറിപ്പോകും. പിന്നെ കണ്ടകശനി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട, ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുക.
എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് നെയ്വിളക്കം തെളിച്ച് ശംഖുപുഷ്പം കൊണ്ടൊരു അർച്ചന നടത്തുക. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് അർച്ചന നടത്തുക, ഒരു പാൽപ്പായസവും കൂടെ നേദിക്കുക. ഇപ്പം ജോലിക്ക് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ജോലിയൊന്ന് മാറി കുറച്ചുകൂടെ നല്ലത് കിട്ടാൻ ശ്രമിക്കുന്നവർ, വിവാഹബന്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാഭ്യാസപരമായിട്ട് പുതിയൊരു കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വ്യാഴപ്രീതിക്കായിട്ടും ശനിപ്രീതിക്കുമായിട്ടുമുള്ള വഴിപാടുകൾ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അതോടൊപ്പം ഈ ആയില്യ പൂജയും ചെയ്യണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 1.5 വർഷമാണ് രാഹു കേതുക്കൾ ഒരു രാശിയിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഈ വഴിപാടുകളൊക്കെ ചെയ്യുക. ദോഷങ്ങൾ പരമാവധി മാറിപ്പോകാനായിട്ടത് സഹായിക്കും, ദൈവാധീനം കിട്ടും. അപ്പോൾ ഇതാണ് ഉത്രം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരുടെ ഫലം, കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായിട്ട് കിട്ടട്ടെ. പ്രത്യേകിച്ച് സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം കൂടെ ഈ സമയത്ത് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.